ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഇന്ത്യ അർഷക്കിൻ്റെയും ഫസ്റ്റത്തെ ആനിവേഴ്സറിയാണ്, വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അർഷക്ക് വീട്ടിലില്ല, അർഷക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയിക്കാണ്. അപ്പോൾ അർഷക്ക് വരുന്ന ആ ടൈം ഒരു 11 മണി ആ ഒരു ടൈം ആകുമ്പോൾ വരുമായിരിക്കും. ഇപ്പോൾ ഒരു 7 മണി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മളെ റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, അർഷക്കിനെ സർപ്രൈസ് ചെയ്യാം. ഇതൊക്കെ എപ്പോ സെറ്റപ്പ് ആക്കി അതിന് മാത്രം നേരെ കിട്ടി. അപ്പൊ ഷീഫ് എപ്പോഴാന്ന് ഷീപ്പ് വന്നിട്ട് കുറേ നേരമായി. ഓൽക്കൊക്കെ അറിയാം കേട്ടോ. ഓൽക്ക് എന്താ അറിയാ, എനിക്ക് സീറോ ക്ലൂ. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു താഴത്ത് സ്വന്തം വരി സൂര്യൻ ചോദിച്ചിട്ടുണ്ട്. മോനും എന്താ വായിൽ പുണ്ണാണ് അറിയുന്നുണ്ട്. ഇമ്മ അവിടെ അടുക്കളയിൽ നിന്നാ ഇന്റർവ്യൂ ഇങ്ങനെ കണ്ടുകൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോ ഇജത്തെ എപ്പോഴൊക്കെ ഡീൽ ചെയ്ത് അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ സത്യത്തില്. ഹാപ്പി ഫസ്റ്റ് ആനിവേഴ്സറി. I feel so lucky to have you as my husband. This past year with you has been the happiest time of my life. Thank you for loving me, caring for me, and always being by my side. I look forward to many more years together. I love you so much. I love you 2, 3, 4. Thank you. നല്ല പൊക്കെ ഇതൊക്കെ അടിപൊളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതൊക്കെ ചെയ്തത് സുഹൃത്തുക്കളെ, ഇത് സത്യത്തിൽ കംപ്ലീറ്റ്ലി എനിക്ക് അറിയാത്തൊരു പരിപാടിയാണ് കേട്ടോ. ഞാൻ ഈ പ്രോഗ്രാമായിട്ട് യാതൊരു ബന്ധമല്ല. ഞാൻ സാധാമാതിരി ചെക്കന്മാരുടെ അടുത്ത് പോയി. ഞാൻ നോർമലി വരുന്ന സമയത്ത് ചെക്കന്മാരപ്പല്ല ഇരുത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോന്ന്. ഞാൻ അങ്ങനെ പോന്ന് വാതിൽ മുട്ടിയപ്പോൾ അവള് 1 മിനിറ്റ് ഇപ്പോൾ തുറക്കടാണ്. അപ്പോൾ നോർമലി അങ്ങനെ തന്നെ ഉണ്ടായാൽ. അപ്പോൾ ഞാൻ ആ കിട്ടിയ ഗ്യാപ്പ് കൊണ്ട് പോയി ഫുഡ് കഴിച്ച് പോന്ന്. ഫുഡ് കഴിച്ച് പോകുന്നപ്പോഴാണ് ഉള്ളിൽ കാണുന്നത് കസിനും ഓളും റൂം ഇങ്ങനെ ആക്കി വെച്ചിക്കണ്. അപ്പോൾ കസിനും ഓളും മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ എൻ്റെ ഫുൾ ഫാമിലി ഉണ്ട് എന്നുള്ളത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. താഴത്ത് പോയത് കേട്ടോ, താഴത്തുണ്ടോ അവരൊക്കെ. അനിയന്മാർക്കൊക്കെ ഈ പരിപാടി അറിയാം. തട്ടട്ടാ സ്കൂട്ടിൻ്റെ ചാവി. 1 മിനിറ്റ്. യെസ്, ഓക്കെ. ആരെ പോവാ? ഓക്കെ. അയ്യോ, വേറൊരു സംഭവം കൂടി ഉണ്ട്. നമുക്ക് ഒരു ടീം കുറച്ച് സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് പൊട്ടിക്കാം. അതെന്താ സംഭവം അതിനകത്തുള്ളത് നോക്കാം. അല്ല, ഇതിപ്പോൾ അനക്കൊക്കെ അറിയാൻ ഈ സംഭവം? എന്നിട്ട് നിങ്ങളൊക്കെ എന്തിനാ, നിങ്ങളിപ്പോൾ ഇഞ്ചിലാരും വല്ല അഭിനയ നേതാക്കളായോ?
എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തപ്പോൾ എനിക്ക് സർപ്രൈസ് തരാനായാലും എല്ലാവരും ഫുൾ ടീം ഉണ്ടല്ലോ അവിടെ. ഫുൾ ടീം. നിങ്ങൾക്കൊക്കെ അറിയാനി? നിങ്ങൾക്കൊക്കെ അറിയാനി? നിങ്ങൾക്കും അറിയാനോ? അത് ശരി, അത് ശരി. എന്നാ പോയി വാ. ഇവളൊക്കെ ഇതിലുണ്ടേനി, ഞാനിത് അറിഞ്ഞിട്ടില്ല. ചെലവുണ്ടേ, എന്തുമാതിരി ചെലവാ, പെരും ചെലവാണ്, ഭയങ്കര ചെലവാ. അപ്പൊ ഗായ്സ് എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ആകെ ഒരു മന്ദപ്പും അന്താളിപ്പം. പിന്നെ നമ്മളൊരു കുഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാ. ആ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ ഐക്കണിൽ ഇവിടെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വരുന്ന രീതിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ ആഡ് ചെയ്യാം. അത് പറ്റണവരൊക്കെ പോയി കണ്ടു സൈന സൗത്ത് പ്ലസ് എന്ന ആൾക്കാർ വന്നിട്ട് ചെറിയൊരു ഇൻ്റർവ്യൂ. അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ കോമൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ കാണുമ്പോൾ തോന്നും ഇവനൊക്കെ ആരാ ഇൻ്റർവ്യൂ എടുക്കാൻ, നടമ്പട്ടിക്കും സൂസോ എന്നൊക്കെ തോന്നും. കാരണം ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചത്, എന്തിനാ പിന്നൊക്കെ ഇൻ്റർവ്യൂ എടുക്കണം, എന്നൊക്കെ ഇൻ്റർവ്യൂ എടുത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ ഞാനും ചിന്തിച്ചിനി. അപ്പോൾ ഏതായാലും നമ്മൾ ഇൻ്റർവ്യൂ അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ലൈക്കും കമൻറ്റൊക്കെ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ അറിയിക്കുക. ഓക്കെ, ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ സാധനമൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതും പിന്നെ വേറൊരു നമുക്കൊരു എന്തോ ഒരു ഫ്രെയിമോ കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇമ്മാനെ റൂമിലേക്ക് ഒന്നും കൂടി കൊണ്ടുപോകും കേട്ടോ. പോട്ടെ പോട്ടെ പോട്ടെ. ദീപം ദീപം ദീപം. ഇമ്മക്ക് നടുവേദന പറഞ്ഞിട്ട് ഇപ്പോൾ വലിച്ചേരി കൊണ്ടുപോകണ്ടേ മേലേക്ക്. ലേറ്റർ ഇല്ലാന്നോ? എന്ത് അതാകെ ഉരുക്കി ഒലിപ്പിച്ച് കൊണ്ടുപോയി. ഇതൊക്കെ ഒന്ന് വേഗം നടക്കേ. അത് ശരി. ആ ഡിസ്ക് കേക്കൊക്കെ വാങ്ങിയാണ്ടേ കേക്ക് കത്തിച്ചിട്ടില്ല. കേക്ക് ക്യാൻഡിൽ ലൈറ്റ് എത്തിച്ചാൽ അങ്ങനെ പോയിക്കണേ. ലൈറ്റ് എത്തിച്ചാൽ അങ്ങനെ പോയിക്കണേ. എന്തായാലും സംഗതി ഉഷാറായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ബലൂണൊക്കെ ഉഷാറായി. ബലൂണൊക്കെ ഇനി നോട്ടെ, ഇത് കളയണ്ട. അപ്പോൾ നൈട്രജൻ ബലൂണാണ് വെച്ചപ്പോൾ നൈട്രജൻ ബലൂണല്ല, ഓള് വായു നിറച്ചാണ്ട് ഒട്ടിച്ചേക്കാണെന്ന് പറഞ്ഞ്. ഡബിൾ സ്റ്റാപ്പ് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചേക്കാന്ന് പറഞ്ഞ്. അപ്പോൾ സംഗതി എന്തായാലും ഉഷാറായിക്കണം കേട്ടോ. ഇതിൽ കുറേ പഴയ ഫോട്ടോ ഉണ്ട്, കുറേ ഓൾഡ് ഫോട്ടോസ്, നെജ്മേൻ്റെ ഡിസ്ക് ഫോട്ടോസ് ഉണ്ട് ഇതിൽ. അന്തമുട്ട ഫോട്ടോസ്. സംഗതി എന്തായാലും ഹാമ്പറൊക്കെ ചെയ്ത് ഉഷാറായിക്കണേ. ഹാമ്പർ ചെയ്തത് ആരാന്ന് പറഞ്ഞേ? ഇത് ബൊക്കെന്ന് പറയാം. ഞമ്മക്കറിയില്ലല്ലോ. ഞമ്മക്ക് എന്താ വെച്ചാൽ ഈ പിൻട്രസ്റ്റ് ക്യൂട്ടി വൈബ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഈ ബൊക്കെ ചെയ്ത ടീമിൻ്റെ പേര് ക്രാഫ്റ്റ് വാലി അല്ലേ? നോക്കട്ടെ, ഓരോ ഇതുപാടുണ്ട്. അപ്പോൾ ഈ ഒരു ടീമാണ് നമുക്ക് ബൊക്കെ ചെയ്ത് തന്നത്, ക്രാഫ്റ്റ് വാലി എന്ന് പറഞ്ഞ ടീം. അപ്പോൾ താങ്ക് യു ക്രാഫ്റ്റ് വാലി. ഇതും കൊള്ളാം. അവൾ വന്നപ്പോൾ തന്നതിന് നല്ല കൊള്ള റോസപ്പൊക്കെ ഉള്ള ഇവിടെ ഒരു റൈറ്റപ്പൊക്കെ ഉള്ള സാധനം. അതെനിക്കിഷ്ടപ്പെട്ടു. സംഗതി കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നൈസ്. അതാ ഡിസ്ക് കേക്കൊക്കെ കത്തിച്ചു കൊടുന്നാണ്ട് കേക്ക് കെടുത്തിക്കണം കേട്ടോ. ബുദ്ധി കൂടിപ്പോയി. എന്താ അറിയോ, ലൈറ്റർ ഇല്ല കേട്ടോ. എന്നിട്ട് താഴെ അടുക്കളയിൽ പോയിങ്ങാണ്ട് കേക്ക് കത്തിച്ചു കൊണ്ടുവന്നാണ്ട് എ സിൻ്റെ ഡയറക്റ്റ് കാറ്റ് വരുന്നിടത്ത് ഇങ്ങനെ വെച്ച് കേക്ക് കെട്ടിപ്പോയി. ഈ ഡബിൾ സ്റ്റാപ്പ് ഒട്ടിച്ചിക്കണത് നല്ല പവർ ഉണ്ടാവും അതിന്. ഞാൻ ചീത്ത അറിയില്ലേ പിന്നെ. അത് ശരി, ഫോട്ടോ തന്നെ കാട്ടിയിട്ട്. അപ്പോൾ ഏതായാലും അല്ല, അത് മുറിച്ചൂല. ഡിസ്പ്ലേ ഫോട്ടോ ഉണ്ടല്ലോ ഇതിന്. അപ്പോൾ ഇത് ഏതാ ഒരു കണ്ടം വാങ്ങിക്കൊടുന്നു നാക്കില്. പൈസ അല്ലല്ലോ എൻ്റെ അടുത്ത്. അപ്പോൾ ദാരിദ്ര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇത് മുറിക്കാൻ പറ്റുമോ? ഒരു കണ്ടം തിന്നാൻ കിട്ടുമോ ഇന്ന്? ആനിവേഴ്സറിൻ്റെ വഴി പാറിപ്പോയി ഗായ്സ്. അപ്പോൾ ഏതായാലും നമുക്ക് ആ പെട്ടി അല്ല, വേറൊരു എന്തോ ഒരു സാധനം ആരോ അയച്ചു തന്നിട്ടില്ലേ? അതെവിടെയാണ്? ഒരു ഒരു ഫ്രെയിം വന്നതിന്. ആ ഫ്രെയിം ഒന്ന് എടുത്തേ. അത് ആ ഫ്രെയിം ഒന്ന്. ഈ ബലൂണിന് പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ എന്താ അറിയോ, ഞാൻ സ്വന്തമായിട്ട് ഇതിന്റെ ഓക്സിജൻ എടുത്ത് ഊതി ഉറപ്പിച്ചത്.
മൈ ഗോഡ്. എൻ്റെ ഓക്സിജൻ എനിക്ക് ശ്വാസം വേണോ? കൃത്രിമ ശ്വാസം വേണോ? തന്നെ എല്ലാവരും പാടെ ശ്വാസം. ആനിവേഴ്സറിൻ്റെ വൈ മാറിപ്പോയി ഗായ്സ്. അപ്പോൾ വൈ മാറിപ്പോയപ്പോൾ വൈ കാണിച്ചു കൊടുത്ത് ആവശ്യമില്ല. അത് എ സി ഇത് ടീസ്കായും കണ്ട് എ സി ഉണക്കിയിട്ടാണ്ട്. അല്ല സംഭവം ഏതായാലും ഉഷാറായിട്ടോ. ഐ ലൈക്ക് ഇറ്റ്. സംഗതി ഉഷാറായി. ആ ഫ്രെയിം അവിടെ അതൊന്ന് എന്ത് സംഭവം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ചുറ്റും ചുറ്റും എങ്ങനെ? ഒരു മിനിറ്റ് എനിക്ക് പറയണ കേൾക്കൂല. അങ്ങനെ ഒട്ടി നിക്കാണെന്ന് കരുതും. ഇത് പക്ഷെ ഇവിടെ ഇങ്ങനെ നിക്കണ നിങ്ങൾക്ക് അറിയോ? അവിടെ ഇങ്ങോട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു, ഇവിടെ ഇങ്ങോട്ട് 2 ഒട്ടിച്ചു. ബാക്കിൽ സാധനം സെറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ സംഗതി കൊള്ളാം, ഉഷാറായിക്കണേ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് അൺബോക്സ് ചെയ്തോ. യെസ് നോക്കട്ടെ ഫോട്ടോ. ബെസ്റ്റ് കപ്പിൾസ് എന്നൊക്കെ ഡിസ്കാക്കി ചെയ്തിരിക്കണേ. പക്ഷേ നമുക്ക് ആദ്യമായിട്ടില്ലേ ഒരാൾ ഫ്രെയിം തന്നെ. നമുക്ക് വെഡിങ്ങിന് ഫ്രെയിം കിട്ടിയിരുന്നു. ഫ്രെയിം ഒക്കെ ഫ്രെയിം ഒക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ എടുത്തുവെച്ചാണ്. ബട്ട് എങ്കിൽ കൂടി ഇത് നമുക്ക് തന്ന നമ്മളെ ആ ഒരു പയ്യന് ഒരുപാട് താങ്ക് യു. അവിടെ പേര് പിന്നേനു പേര് പേജ് കിട്ടണില്ല. അവൻ്റെ ഒരാണെങ്കിൽ ഒരു ഇടങ്ങേറ് പിടിച്ച പേരാണ്. പേര് എനിക്ക് കിട്ടണില്ല. ഇപ്പം പിന്നെ ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് അറിയില്ല. അപ്പം ഏതായാലും ഇതാണ്. നാളാധിപത്തെ സ്റ്റിക്കറൊക്കെ പഠിക്കാൻ എൻ്റെ കൂടെ കൂടി തരണം. ഭയങ്കര റിസ്ക്, എനിക്ക് എത്തൂല. അപ്പം നിങ്ങൾ കൂടി തരണം. പിന്നെ കുറേ ചമ്മലുകളുണ്ട് അപ്പുറത്തെ റൂമിൽ, അതൊക്കെ വാഷിടാൻ കൂടി തരണം. ഒക്കെ അറിയിക്കും. അല്ല ഇനി എനിക്കുള്ള സർപ്രൈസ് ഇവിടെ. അപ്പോൾ ഗായ്സ് നമുക്ക് താഴെയുള്ള പെട്ടി പൊട്ടിക്കാം, എന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ അല്ല ഇത് പേജ് ഞാൻ പറഞ്ഞു കൊടുത്തേ, ക്രാഫ്റ്റ് വാലി ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ താങ്ക് യു സോ മച്ച് ക്രാഫ്റ്റ് വാലി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ. യെസ് ഇതാണ് ക്രാഫ്റ്റ് വാലി. ഓരോ ഇൻസ്റ്റാഗ്രാമും നമുക്ക് ഇതിൽ കൊടുക്കാം അല്ലേ? ഇൻസ്റ്റാഗ്രാം പേജില്ലേ? ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ മറ്റേ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യേണ്ടിനി. എന്നാൽ അതും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് അതിലെന്താ കാര്യമുള്ളത് നമുക്ക് നോക്കട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ ഇത് നമുക്ക് നാജീസ് കേക്ക്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് അയച്ചത് കേട്ടോ. നാജി നിസാർ. ഓക്കെ. പൊട്ടുന്നതാണ്. ഓക്കെ പൊട്ടുന്നതാണ്. അപ്പോൾ ഹാൻഡിൽ വിത്ത് കെയറേ. അപ്പോൾ നെജ്മ അൺബോക്സ് ചെയ്യാൻ പോവാണേ. അൺബോക്സ് ചെയ്തോ. ഈ പറയണക്ക് കേൾക്കുമാർക്ക് മൈക്കുണ്ട്. നെജ്മ അങ്ങനെ സ്വകാര്യത്ത് പറയുന്നുണ്ട്. ഓള് പറയുന്നത് കേൾക്കൂല വെച്ചിട്ട്. അപ്പോൾ ഓക്ക് ഒരു മൈക്ക് വെച്ചെടുത്തിരിക്കുന്നു. ഡിസ്കാ പൊട്ടിക്ക്. അതിന് കുഴപ്പമൊന്നുമില്ല. ഒന്നായിട്ട് ഇതാക്കുക. അത് ജസ്റ്റ് ഹാൻഡിൽ വിത്ത് കെയർ. പേടിക്കണ്ട, അതിതാണ് ഹാൻഡിൽ വിത്ത് കെയർ. ഏറ്റവും കോമഡി അതൊന്നുമല്ല. ആനിവേഴ്സറിൻ്റെ കേക്ക് ഇവിടെ അങ്ങനെ ഇട്ടേക്കുക. അത് ഇപ്പോഴും മുറിച്ചാൻ കിട്ടിയിട്ടില്ല. ഇവിടെ മാറ്റിയേക്കാം. പൊട്ടണ എന്തെങ്കിലും സാധനം കിട്ടോ. ഫ്രെയിംസ് ആണ് അല്ലേ? ഇത് പരത്തല്ലോ കേട്ടോ ഈ സാധനം. ഇത് പരത്തല്ലോ കേട്ടോ പൊട്ടിച്ചാണ്ട് തെർമാക്കോള്. അത് പിന്നെ പോയി കിട്ടൂലേ. പതുക്കെ പതുക്കെ പതുക്കെ. അത് ഇതെന്തത്? ഇതിപ്പോ അതിമ പേര് എഴുതിയിരിക്കണേ. അപ്പോൾ ഓരോ ആൾക്കാർക്കുള്ള ഫ്രെയിം. അപ്പോൾ ഗായ്സ് ഇത് നമുക്ക് വന്നതല്ല, ഇത് വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ വന്നതെന്ന് തോന്നുന്നുണ്ട്. ഇതിലത്തെ ഫാത്തിമ എഴുതി. ഇതിപ്പോൾ മിക്കവാറും ഫാത്തിമക്കുള്ളതായിരിക്കും. കാഷിക്കോ. ഇത് ബാസിലിന് വന്നതാണ്. ഇതൊക്കെ പിന്നെ അഡ്രസ്സിലാണ് വരുന്നത്. റബ്ബേ
ആഹാ ഓ അങ്ങനെയുള്ളേ. ഇത് സൽമാൻ ഉള്ളതാണ്. ആട്ടെ, അപ്പോൾ സൽമാനുള്ള ഒരു കൊറിയർ എല്ലാവർക്കും ഉണ്ടല്ലോ. ഇത് ഹർഷിക്കുള്ളത്. ഓ ഹർഷി ഞാം 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 അനക്കൊണ്ടോന്ന്. ഇത് ജിംഷക്ക് ഉള്ളതാണ്. ജിമ്മി ഗാരി പാസൽ ബാരി ജിമ്മിക്കുള്ളത്. ഇത് ഈച്ചൂനുള്ളതാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ സസ്യായിരിക്കുന്നു ഗായ്സ്. ഇല്ല കേട്ടോ. ഓക്കെ ഇത് ക്യാപ്പിക്കുള്ളത്. ഓക്കെ ഗായ്സ്, ഇത് ക്യാപ്പിക്കുള്ളതാണ്. സസ്യായിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ തീർച്ചയായും ശശിയായിട്ടുണ്ട്. ഇല്ല, ഇത് അർഷക്കൊക്കെ. ഓ നമ്മുടെ പാക്കിംഗ് ഡിഫറെൻ്റ് ആണോ? നമ്മൾ പാക്കിങ് ഡിഫറെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത് നമ്മൾ പൊട്ടിക്കുന്നില്ല, അത് ഓരെന്നെ പൊട്ടിക്കട്ടെ. ഇത് എല്ലാവരുടെ കയ്യിൽ നമ്മൾ സേഫായിട്ട് കൊടുക്കും. ഇപ്പോൾ ടീമൊന്നുമില്ല, എല്ലാവരും ഇന്ന് രാവിലെ ദുബായി പോയി. ദുബായ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഒക്കെ ഫുൾ ടീം ദുബായിലാണുള്ളത്. ഇതിലിപ്പോൾ ബാസിലിനെ മാത്രമേ എനിക്ക് കൂട്ടത്തിൽ കാണാൻ കിട്ടുള്ളൂ. KP ദുബായിലാണ്, ഈച്ചു ദുബായിലാണ്, ജിമ്മി ദുബായിലാണ്, അർഷി നാട്ടിലുണ്ട്. അർഷിനെയും കിട്ടും. ഇതാരാണ്? സൽമാനെയും കിട്ടില്ല, സൽമാൻ ബഹ്റൈന് പോയിക്കണേ. ബാസിലിനെയും അർഷിനെയും മാത്രമേ കിട്ടുള്ളൂ. ഇതോ ഇത് ഫാത്തിമക്ക്. ഓക്കെ, അപ്പോൾ അത്രയും ഐറ്റംസ്. ഫാത്തിമയും ദുബായിലാണ്. അപ്പോൾ എത്തിയിട്ട് നമ്മളിത് നോക്കി നോക്കാം. യജ്മ അൺബോക്സിങ്. തുറക്ക്. എന്നാകുമ്പത് അങ്ങനെ തുറന്നളപ്പോ പാക്കിങ് അല്ലേ ഇങ്ങനെ. അതൊക്കെ അത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതിപ്പോ ആ പാക്കിങ് എടുത്തില്ല നമ്മളെ. എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി എനിക്കും കൂടി ആട്ടിക്കൊണ്ടാ. ഇച്ചും ആട്ടിക്കൊണ്ടാ. ഞാൻ കണ്ടിട്ടില്ല. നമ്മള് രണ്ടാളുള്ള ഫോട്ടോ ആണോ? വെഡിങ് ഫോട്ടോ ആണോ? അല്ല ഞാൻ പറയാ വെഡിങ് ഫോട്ടോ അല്ല. വെഡിങ് ഫോട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ വരവിലെടുത്ത ഫോട്ടോ ആണോ അതോ ഈ വരവ്? ആയിക്കോട്ടെ, ഞാൻ ഗസ് ചെയ്യാം. കല്യാണത്തിൻ്റെ അല്ല പെരുന്നാളിൻ്റെ അന്നത്തെ ഫോട്ടോ. കറക്റ്റാ? മൈ ഗസ്സിങ് വാസ് കറക്റ്റ്. അപ്പോൾ ഈ ഫോട്ടോ ആണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. കൊള്ളാം. ഞാൻ അടിപൊളിയായിട്ടുണ്ട്. നിസ്മി അടിപൊളിയായിട്ടുണ്ട്. ഏതാ? ഓക്കെ. നാജീസ് ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് അല്ലേ? ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ ഇതും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം അല്ലേ, ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ താങ്ക്സ് ഫോർ സെൻഡിങ് ദിസ്. കാരണം നമുക്ക് അങ്ങനെ ആരും ഗിഫ്റ്റൊന്നും തരാറൊന്നുമില്ല. പിന്നെ തന്നതിൽ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് നമുക്ക് 2 ഗിഫ്റ്റ് തന്നതാണ്. ഇത് നമുക്കൊരു ചെക്കൻ തന്നതാണ്. ഇത് നാജീസ് ക്രാഫ്റ്റ് അയച്ചെന്നതാണ്. അപ്പോൾ രണ്ടാക്കും ഒരുപാട് താങ്ക്സ്. എനിക്കും ഓക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ നമ്മളെ ഫ്രണ്ട്സിനും ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്, നാജീസ് ക്രാഫ്റ്റ്. ഇത് ഒരിടത്ത് സേഫായിട്ട് ഞാൻ എത്തിക്കും, അതിൻ്റെ ഉറപ്പാണ് ഇൻഷാ അല്ലാ. അപ്പോൾ സാർ ആ കേക്ക് ഒന്ന് മുറിക്കാൻ കിട്ടണമെങ്കിൽ ഒരു കണ്ട തിന്നോക്കെ കിട്ടുമോ? ആ കേക്ക് തിന്നണമെങ്കിൽ റീലൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കണ്ട കേക്ക് തിന്നണമെങ്കിൽ റീലൊക്കെ വേണം. അത് ഇനി റീൽ എപ്പോഴാണ് ഉണ്ടാവുക? ഇതൊക്കെ വൃത്തിയാവട്ടെ. വൃത്തിയായിട്ടോ? ഇത് വെറുതെ വൃത്തിയാവില്ലേ? ഞാൻ പാടെ കൂടെ എന്നാൽ വൃത്തിയാക്കി വിട്. അപ്പോൾ ഗായ്സ് വൃത്തിയാക്കാൻ കൂടട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ തിന്നാനും കിട്ടില്ല, കടന്നുറങ്ങാനും കൂടില്ല. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. കേക്ക് കത്തിച്ചിട്ടുണ്ടാവുള്ളൂ. ഇത് ആയത്ത് പോയി കത്തിച്ച് കൊടുന്നാണ്ട് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, നേരെ ഏസിൻ്റെ ചോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അത് അപ്പം തന്നെ കെട്ട്. ഇനിയിപ്പോൾ കത്തിച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് കോണം അല്ല, ഇനിയിപ്പോൾ കത്തിച്ചൊന്നും വേണ്ടായിരുന്നു. അല്ല ഇപ്പം ഇത്തിനെ പോയി കത്തിച്ചിട്ടുണ്ടല്ലേ. എന്തിനാ ഇപ്പോൾ ഊത്തണ പോലെ ആവശ്യം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ അങ്ങോട്ട് മാറ്റുന്നു, ഇവിടെ വെക്കുന്നു. അപ്പോൾ മുറിക്കല്ലേ? ആൾക്കാർക്ക് അറിയില്ലേക്കും. ഫസ്റ്റത്തെ ആനിവേഴ്സറി കേട്ടോ.
അതിപ്പോൾ ഈ വീഡിയോൻ്റെ എന്നിട്ട് തുടക്കത്തിൽ ഇനിയിപ്പോ പറഞ്ഞില്ലേ. അടുത്തൊരു വ്ലോഗ് ഞാൻ പ്രതീക്ഷിക്കണ ഹർഷക്ക് എനിക്കൊരു സർപ്രൈസ് തരുന്നതാണ്. അപ്പൊ എനിക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല ഹർഷക്ക. എന്താലേ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ആനിവേഴ്സറി ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? ഒരു ഡയമണ്ട് റിങ്ങോ ഡയമണ്ട് ചെയിനോ. എനിക്ക് ഗിഫ്റ്റ് ഇല്ല. ഇതൊക്കെ തന്നെ ഉണ്ട് ഗിഫ്റ്റ്. അതാ ഇത് സെലിബ്രേഷൻ അല്ലേ ഹർഷക്ക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓക്സിജൻ. ഓൻ്റെ ഓക്സിജൻ ഗിഫ്റ്റ്. നാളെ ഞാൻ കാര്യം ചെയ്യാം, വലിയൊരു വലിയ വാങ്ങിട്ട് അതില് ഇജ്ജ് നിറച്ചില്ലാറ് ഓക്സിജൻ നിറച്ചാണ് കൊണ്ടു തരണ്ടിട്ടോ. നമുക്കിത് മുറിക്കല്ലേ. ഓക്കെ, ഹാപ്പി ആനിവേഴ്സറി ടു യു, ടു അസ് ആണ്. ഓക്കെ, ഹാപ്പി ആനിവേഴ്സറി ടു അസ്. നമ്മളെ സന്തോഷത്തെ നമ്മൾ തന്നെ. ചെറിയ കേക്കുള്ളൂ, അപ്പോൾ ഒരു ഫുൾ കേക്ക് വാങ്ങിയാൽ മതി. പാവത്തിൻ്റെ കയ്യിൽ പൈസ അല്ല, പൈസ ഒക്കെ കഴിഞ്ഞേ. ഞാൻ ഒപ്പിച്ചതാണ്. സാരല്ല, ഇനിയിപ്പോൾ ആൾക്കാർ വന്നാണ്ട് ഞാൻ പൊങ്കാല കേട്ടോ എന്താ കുറച്ച് പൈസ കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞാണ്ട് പൈസയൊക്കെ ഞാൻ ആവശ്യത്തിന് കയ്യിൽ കൊടുക്കാറുണ്ട്. ആവശ്യങ്ങൾ പിന്നെ ഞാൻ നാട്ടിലുള്ള സമയത്ത് അവൾ എന്തെങ്കിലും പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള മാതിരി വലിയ ചിലവൊന്നുമില്ല. നമുക്കിങ്ങനെ എന്താ പറയുക, കുറേ പുറത്തു കൂടെ പോയി നമ്മൾ നടക്കണ മാതിരി ജാളിമാളയൊക്കെ കിടക്കണ ഇതൊന്നും നോക്കില്ല. ഇവൾ അങ്ങനെ പണ്ടേ ശീലിച്ചിട്ടില്ല. ഞാനിങ്ങനെ നൈസിൽ ഇങ്ങനെ പ്ലാങ്ക് ഇങ്ങനെ വരികയാണ്, നേരെ തിരിച്ചിട്ട് വന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് വിഷയം മാറ്റി പിടിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പോക്കറ്റ് കീറും. നജ്മ, നമ്മളെ അടുത്ത പരിപാടി എന്താണ്? ചെറിയ കേക്കാണെങ്കിലും സോനുവിനും ഉമ്മാക്കോ അപ്പാക്കോ മോനിനും കൊണ്ടു കൊടുക്കട്ടെ. എന്നാൽ എല്ലാവർക്കും കേക്ക് കൊടുക്കൂ. അതല്ല, കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു വർഷത്തിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു വർഷത്തെ ജൈത്രയാത്ര, വൈവാഹിക ജീവിതത്തിലെ നമ്മളെ ജൈത്രയാത്രയെക്കുറിച്ച് ഒന്ന് ലഘൂകരിച്ച് സംസാരിക്കാൻ പറ്റുമോ? ഒരു 5 മിനിറ്റിൽ കുറയാത്ത ഒരു പ്രബന്ധനം എന്നാ പറയാ, ഇതിനെന്താ പറയാ, പ്രബന്ധനം എന്നല്ലേ പറയാ, എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഒന്ന് ലഘൂകരിച്ച് പറഞ്ഞിട്ട് അല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് പറയൂ എൻ്റെ ഒരു എക്സ്പീരിയൻസ് സോ ഫാർ. എനിക്ക് ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള എന്താ പറയുക, നമ്മളെ ഒരു ലൈഫിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. വളരെ നല്ലൊരു ലൈഫാണ് നമുക്ക് കിട്ടിയത്. ഓ, എനിക്ക് ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി. കാര്യത്തിൽ ചെത്ത് ക്യാമറ മുന്നിൽ നിന്ന് മോട്ടർ വെക്കണല്ലേ, ഞാൻ ബടായി ഒന്നും പൊട്ടിച്ച ഉള്ള മാതിരി പറഞ്ഞാൽ മതി. ഉള്ളത് ലെറ്ററോ? ഇത് എങ്ങനെ ഊര? ഇത് ഊരേ? ആ, ഇത് ഒട്ടിച്ചോ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഓക്ക് എന്നോട് പറയാനുള്ളത്, മൈ ലവ്, happy first anniversary. I feel so lucky to have you as my husband. Okay. This past year with you has been the happiest time of my life. അപ്പോൾ അതിന് മുമ്പ് ഹാപ്പി അല്ലേ? ഇനി അതല്ല അങ്ങനെ ഉള്ളതിൽ കൂടുതൽ സന്തോഷം കഴിഞ്ഞ അങ്ങനെയാണോ? അങ്ങനെയാണ് ഇത് എഴുതിൻ്റെ അർത്ഥം. അതാണ് ദ പാസ്റ്റ് ഇയർ വിത്ത് യു ഹാസ് ബീൻ ദ ഹാപ്പിയസ്റ്റ് ടൈം ഓഫ് മൈ, അതായത് എൻ്റെ എൻ്റെ ലൈഫിലെ ഏറ്റവും അടിപൊളി ഹാപ്പിയസ്റ്റ് ടൈം ഈ ലാസ്റ്റ് ഒരു വർഷമായിരുന്നു. ആയിക്കോട്ടെ, ഞങ്ങളിപ്പോ ഒന്നും എനിക്ക് പറ്റൂല. പക്ഷെ പെൺകുട്ടികളാകുമ്പോ അതായത് മദർ ലവ് ഇറ്റ്സ് ഡിഫറെന്റ്. അത് എപ്പോഴും എന്താ പ്യൂർ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അമ്മമാരെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെയാണ്. നെക്സ്റ്റ്, thank you for loving me, caring for me and always being by my side. I look forward to many more years together. Inshallah, പഠിച്ചതിനുള്ള ഭാഗ്യം നേരത്തെ. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ലേനെ. അപ്പോൾ അതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ഷെയറിങ് യുവർ വാല്യുബിൾ തോട്ട്സ്. പിന്നെ ഞാൻ ചോദിക്കാം, ഞാനിപ്പോ അർഷക്കന്റെ ലൈഫിൽ വന്നിട്ട് അർഷക്ക് ഉണ്ടായ മാറ്റം എന്താണ്? അർഷക്ക, എനിക്ക് ഉണ്ടായ മാറ്റങ്ങളോ? ഈ സെയിം ക്വസ്റ്റ്യൻ ഈ ആൻസർ ചെയ്യോ ആദ്യം?
ഞാനൊന്ന് ശരിക്കും ഇരിക്കട്ടെ. ഫസ്റ്റ് ഞാനെന്താ ചോദിച്ചത്? അങ്ങനെയല്ല അങ്ങനെയല്ല ഫസ്റ്റ് ആണ് ആയിക്കോട്ടെ, ഞാൻ ആൻസർ ചെയ്തോളാം. ഞാൻ ആൻസർ ചെയ്യാം. ഞാൻ ചോദിക്കണ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാം. ഇജു അറിയാതെയോ ഈ ക്വസ്റ്റ്യൻ ആണല്ലോ ഫസ്റ്റ് ചോദിച്ചത്, നിങ്ങൾ ഫസ്റ്റ് ആൻസർ. ഈ ലൈഫിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളില്ലേ, അത് പല മേഖലകളിലാണ് കേട്ടോ. ആഫ്റ്റർ മാരേജ് ഇതേ നമ്മളൊരു ക്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് ആൻസർ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ അത് ആ ക്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ല സത്യത്തില് ഈ ലൈഫിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയി എന്നുള്ളതാണ്. അതായത് ഞാൻ വിശദീകരിച്ചിപ്പോൾ പറയാൻ നിൽക്കണില്ല, കുറച്ചും കൂടി കാര്യങ്ങളിലേക്ക് ഡിസിപ്ലിൻഡ് ആയി എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെതൊരു കെട്ടഴിഞ്ഞ ജീവിതമായിരുന്നു. കെട്ടണ മുറുക്കിയെന്ന് ഞാൻ പറയില്ല, കാരണം എനിക്കിപ്പോഴും എൻ്റെ പഴയ പോലത്തെ ഫ്രീഡം സത്യം പറഞ്ഞാൽ എപ്പോഴും ഉണ്ട്. അത് വേറൊരാളും അങ്ങനെ ഒരു പാർട്ട്ണറും സമ്മതിച്ചോളണമെന്നില്ല. കാരണം എനിക്ക് എന്താ പറയുക, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി അതൊക്കെ ഭയങ്കര ഒരു ഇതുള്ള സംഗതിയാണ്, ഇമ്പോർട്ടൻസ് ഉള്ള സംഗതിയാണ്. എപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നടക്കണം എന്നുള്ള ആ ഒരു സംഗതി എനിക്കുണ്ടല്ലോ. സത്യത്തിലില്ലേ ആ നടത്തത്തിന് ഇതുവരെ കുട്ടി ഇന്നെ അയിമെന്ന് അങ്ങോട്ട് വേർതിരിപ്പിച്ചിട്ടില്ല. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുക എന്ന് പറയുമ്പോൾ ഓക്ക് ഈറിയും ദേഷ്യമൊക്കെ വരും കേട്ടോ, കാരണം ഓക്ക് എന്നെ കിട്ടാതെ നിൽക്കുകയാണ്. എന്നാൽ പോലും ഞാൻ വിടാതെ നിൽക്കൊന്നുമില്ല, കുറച്ച് ഈറിയും കുയിന്തൊക്കെ കാട്ടും, എന്നാലും പോകാതിരിക്കാൻ സമ്മതിക്കൊന്നുമില്ല. പറഞ്ഞ കറക്റ്റാണോ? പൊയ്ക്കോളിന്ന് പ്രശ്നമില്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് ഓക്കെ ആയിരിക്കും. ആ കാര്യത്തിൽ എന്താ പറയുക, ഞാൻ ഭയങ്കര ലക്കിയാണേ. പിന്നെ എന്താ ഞാൻ കൂടുതൽ പിന്നെ അതിനെപ്പറ്റി പറയുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ 1 ഇയറിൻ്റെ ജേണി സത്യത്തിൽ നമ്മൾ ഒരുമിച്ച് എത്ര ദിവസമാണ് നിന്നത്? ഞാൻ കല്യാണം കഴിഞ്ഞ് 1 മാസം നിന്ന്, 1 മാസം 10 ദിവസം അങ്ങനെ എന്തോ കണക്ക്. പിന്നെ ഞാൻ പോയി കാനഡയിൽ നിന്നിട്ട് 9 മാസമായിട്ടായി അല്ലേ, ഉണ്ടല്ലേ 8-9 മാസം വന്നു അല്ലേ. 9 മാസം വന്നു, ഇപ്പോൾ 2 മാസമായി. ഇൻഷാ അല്ലാഹ് 1 മാസം കൂടെ നിൽക്കാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് 12 മാസത്തിൽ സത്യത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ചത് ഈ 3 മാസമായിക്കാരം അല്ലേ. അടുത്ത മാസം കൂടി കൂട്ടിയാലല്ലേ 4 മാസം ആവുള്ളൂ അല്ലേ. അപ്പോൾ 3 മാസം ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന മൊമെൻറ്റിൽ 3 മാസമായിട്ടുള്ളൂ. സത്യത്തിൽ 90 ദിവസമാണ് നമ്മൾ ഒരുമിച്ച് ജീവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. 90 അല്ലെങ്കിൽ 100 ദിവസം അത്രേ നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. ഒരുമിച്ച് അല്ലേ. ബാക്കി നമ്മൾ ജീവിച്ചിരിക്കണേ എങ്ങനെ, വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ലോങ് ഡിസ്റ്റൻസ് ആയിക്കണ്ട് അല്ലേ. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, നമ്മൾ 90 ദിവസം മാത്രം ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ? അങ്ങനെ ഇല്ലല്ലോ. ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ നമ്മളെ ഇടയിൽ വന്നിട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്തോണോ എനിക്ക് എപ്പോഴേലും? കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണോ? ടൈമിൻ്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. കാരണം ഞാൻ നിൽക്കുന്നത് ഈസ്റ്റേൺ ടൈം, അതാണ് നമ്മുടെ ടൈം സോൺ മാറ്റുന്നുണ്ട്. ഈസ്റ്റേൺ ടൈമാണ് ഇവിടെ ഉള്ളത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്. IST EST ആണ്, രണ്ടും തമ്മിൽ നല്ല മാറ്റമുണ്ട്. ഇവിടെ പകലാണെങ്കിൽ അവിടെ രാത്രിയാണ്, അവിടെ രാത്രിയാണെങ്കിൽ ഇവിടെ പകലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാരിയർ എന്തായാലും ഉണ്ട്. അതല്ലാതെ നമ്മൾ ഈ കുറഞ്ഞ ടൈം ഫ്രെയിമിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഇത്രയും ദൂരത്ത് 2 ടൈം ഫ്രെയിമിലാണെങ്കിൽ പോലും നമുക്ക് മനസ്സറിഞ്ഞ് സംസാരിക്കാൻ പറ്റിയിട്ടില്ലേ? അപ്പോൾ മാഷാ അല്ലാഹ് വലിയ തെറ്റുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പഠിച്ചോന് 1 കൊല്ലം ഞങ്ങളെ ജീവിതം, വൈവാഹിക ജീവിതം ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഇനിയും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഞങ്ങളെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിച്ചോന് നമുക്ക് തൗഫീക്ക് തരട്ടെ റബ്ബേ, ആമീൻ. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഇനി ഏതായാലും ഈ കേക്ക് ഉമ്മാക്കൊക്കെ കൊണ്ടുപോയി കൊടുക്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അങ്ങോട്ട് എൻഡ് ചെയ്യിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇതേതായാലും നജ്മ അപ്പൊ ഇങ്ങനെ ഒരു വ്ളോഗൊന്നും ഇല്ല കേട്ടോ, വെറുതെ വണ്ടി കയറിയ. ഞാനൊന്നും പ്ലാൻ ചെയ്തില്ല, എല്ലാ കാര്യം പറയാം. ഞാൻ ഒന്നും എന്താ അറിയോ, ഞാനെന്താ ചിന്തിക്കാറിയോ, എല്ലാവരും യൂഷ്വലായിട്ട് ചിന്തിക്കണം അങ്ങനെ ഉണ്ടാവും. എന്തേലൊക്കെ കിട്ടിയേക്കാരം, എന്തേലൊക്കെ തീരേക്കാരം. ഞാനപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിക്കാരം എടുക്കുക. എൻ്റെ ഇതാണ്, ഓരോ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത്, എല്ലാവരും ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്തെങ്കിലും കൊടുക്കേണ്ടത്. അപ്പോഴാണ് അത് സർപ്രൈസ് ആവുള്ളൂ. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും സർപ്രൈസ് ആവില്ല.
അതിങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് പിന്നെ ആക്ട് ചെയ്യണ പോലെയോ. ഇത് സത്യത്തിൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എൻ്റെ സൈഡിൽ നിന്ന് അറിയില്ലല്ലോ. കുറച്ച് റബ്ബ് നേരെ ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ നോമിന് വരുന്ന മാതിരി അന്തം മുട്ടിങ്ങനെ ഭാഗ്യം ഞാൻ ചിലപ്പോൾ ഞാൻ ഈ നല്ല ചൂടുണ്ടതിന് പുറത്ത് ഞാൻ കുപ്പായൊക്കെ ഒരു വരാല്ലേ വരും വന്നിങ്ങനെ വീടിലൊക്കെ പെട്ടിനി ഭാഗ്യത്തിന് കുപ്പായ നൂരിലതായത്. അപ്പോൾ ഏതായാലും ഒരിക്കൽ കൂടി നജ്മിനോട് ഈ ഒരു സംഗതി ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. ഇങ്ങനെ ഒരു മൊമെൻറ്റ് എനിക്ക് വേണ്ടി സമ്മാനിച്ച എൻ്റെ പ്രിയ പത്മിനി എൻ്റെ ഭാര്യയോട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, ഓൾ ദ സപ്പോർട്ട്. എൻ്റെ പില്ലർ സിസ്റ്റമാണ് കേട്ടോ. സങ്കടം, ദേഷ്യവും പിന്നെ സന്തോഷവും ഒക്കെ പങ്കിടാനുള്ള ആളാണ്. എൻ്റെ എല്ലാ ഇമോഷൻസും കാണുന്ന ആളാണ്. ഓൾ ഇമോഷൻസ് ഞാനും കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ആളെപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചിരിച്ചേക്കണമായല്ല, ഇടയ്ക്ക് കുറുമ്പ് കാട്ടും, ഇടയ്ക്ക് ദേഷ്യം കാട്ടും, ഇടയ്ക്ക് നൂലൊളിച്ചും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളേതായാലും നല്ല രസിച്ചു ഉസാറാക്കി പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഗൈസ് നമ്മൾ ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. എന്നാൽ എല്ലാവർക്കും ഒരു ബായ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ.